നമസ്കാരം. ഇന്ന് കാലം മാറി, യുദ്ധത്തിന്റെ നിയമങ്ങളും മാറി. മുമ്പൊക്കെ തോക്കുകളും പീരങ്കികളുമായിരുന്നു കരുത്തിന്റെ അടയാളമെങ്കിൽ ഇന്ന് കാണാൻ കഴിയാത്ത ഡേറ്റാ സിഗ്നലുകളും റഡാർ തരംഗങ്ങളുമാണ് കളി നടക്കുന്നത്. ശത്രുവിന്റെ കണ്ണായ റഡാറുകളെ കണ്ണുകെട്ടുവാനും അവയുടെ കപ്പലിലെ കമ്പ്യൂട്ടറുകളെ നിശ്ചലമാക്കുവാനും കഴിയുന്ന ഇലക്ട്രോണിക് യുദ്ധം ഇന്ന് ആ ഭീമൻ കപ്പലുകളെ നിസ്സഹായരാക്കുന്നു. ഇവിടെയാണ് ഇറാന്റെ യുദ്ധതന്ത്രം ലോകരാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നത്. ഒരേ സമയം എല്ലാ വശത്തു നിന്നും ആക്രമണം വരുമ്പോൾ ഭീമൻ കപ്പലുകളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ആകെ കൺഫ്യൂഷനിലായി പോകും. ആനയെ 1000 ഉറമ്പുകൾ ചേർന്ന് വീഴ്ത്തുന്നത് പോലെ ലളിതവും എന്നാൽ മാരകവുമായ ഒരു തന്ത്രമാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ പയറ്റുന്നത്. ഏകദേശം ഒരു ചെറിയ നഗരത്തിന്റെ വലിപ്പമുള്ള ഈ കപ്പലുകൾ 90ഓളം വിമാനങ്ങൾ വരെ വഹിക്കാൻ കഴിവുള്ളതാണ്. എന്നാൽ ഈ വൻ ഘടനകൾ തന്നെയാണ് ഇന്നത്തെ സെൻസർ അധിഷ്ഠിത യുദ്ധകാലത്ത് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. കപ്പലിന്റെ ഉയർന്ന ദ്വീപും ഘടനയും വലിയ മാസ്റ്ററുകളും റഡാർ തരംഗങ്ങളെ ശക്തമായി തിരിച്ചറിയുന്നതിന് റഡാർ ക്രോസ് സെക്ഷൻ വളരെ വലുതാക്കുന്നു. അതായത് ശത്രു രാജ്യങ്ങളുടെ ദീർഘദൂര റഡാറുകൾക്ക് ഇത്തരം കപ്പലുകളുടെ സാന്നിധ്യം വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ വിപരീത ദിശയിലാണ് ജെറാൾഡ് R4 ക്ലാസ് രൂപകൽപ്പന മുന്നേറിയതും. പുതിയ തലമുറ കാരിയറുകൾ ദ്വീപ് ഘടന ചെറുതാക്കി പിന്നിലേക്ക് മാറ്റുകയും ഉപരിതല കോണുകൾ മാറ്റി റഡാർ തരംഗങ്ങൾ നേരിട്ട് തിരിച്ചു പോകാതെ ചിതറുന്ന രീതിയിലും ഡിസൈൻ ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ കണ്ടെത്തൽ സമയം വൈകിപ്പിക്കാനാണ് ലക്ഷ്യം. എന്നിരുന്നാലും സ്റ്റെൽത്ത് എന്നത് അദൃശ്യമാകുന്നതല്ല, മറിച്ച് കണ്ടെത്തൽ പ്രക്രിയയെ ബുദ്ധിമുട്ടാക്കുന്നതാണ്. അതിനാൽ തന്നെയാണ് ശക്തമായ നിരീക്ഷണ ശൃംഖലകളുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ആധുനിക കപ്പലുകളും വെല്ലുവിളികളും നിലനിൽക്കുന്നത്. ഇവിടെ ഇറാൻ വികസിപ്പിച്ചെടുത്ത ഓവർ ദി ഹൊറൈസൺ റഡാർ ശൃംഖലകൾ നിർണായകമാകുന്നത്. പരമ്പരാഗത റഡാറുകൾ ഭൂമിയിലെ വളവ് കാരണം പരിമിത ദൂരത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ OTH റഡാറുകൾ ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങളെ അയച്ച് അവയെ അയോണിക് സ്ഫിയറിൽ നിന്നും തിരിച്ചുവിട്ട് ദൂരെയുള്ള പ്രദേശങ്ങളിൽ വലിയ വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കൂടി ശ്രമിക്കുന്നുണ്ട്. സഫർ, ഗാദിയർ പോലുള്ള സംവിധാനങ്ങൾ ഈ സാങ്കേതിക വിദ്യയുടെ ഉദാഹരണങ്ങളാണ്. കൃത്യമായ സ്ഥാനനിർണയം ഉടൻ ലഭിക്കണമില്ല എങ്കിലും വലിയ ഒരു കപ്പൽ ഒരു മേഖലയിലേക്ക് പ്രവേശിച്ചു എന്ന മുന്നറിയിപ്പ് നൽകാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. സമുദ്ര നിരീക്ഷണത്തിൽ ഇത് വലിയ തന്ത്രപ്രധാനമായ നേട്ടം കൂടിയാണ്. റഡാർ വിവരങ്ങൾ മാത്രം യുദ്ധത്തിന് മതിയാകില്ല എന്നും അതിനാൽ തന്നെയാണ് ഇറാൻ നിരീക്ഷണ ഡ്രോണുകളെ ശൃംഖലയുടെ അടുത്ത ഘട്ടമായി ഉപയോഗിക്കുന്നത്. മൊഹാജർ 6 പോലുള്ള ഡ്രോണുകൾ ദീർഘദൂരത്തിൽ പറന്ന് ലക്ഷ്യത്തെ ദൃശ്യപരമായി സ്വീകരിക്കുകയും അതിന്റെ വേഗതയും ദൃശ്യതയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. റഡാർ കണ്ടെത്തൽ, ഡ്രോൺ സ്ഥിരീകരണം, ലക്ഷ്യ ട്രാക്കിംഗ് എന്ന 3 ഘട്ട നിരീക്ഷണ മാതൃകകളാണ് ഇവിടെ ഉള്ളത്. ചെറുതും ചെലവ് കുറഞ്ഞതുമായ ഡ്രോണുകൾ ഉപയോഗിച്ച് വലിയ യുദ്ധ കപ്പലുകളെ നിരീക്ഷിക്കാൻ കഴിയുന്നു എന്നത് അസന്തുലിതമായ യുദ്ധരീതിയുടെ പ്രധാന സവിശേഷതയായാണ് മാറുന്നത്. ഒരു വിമാനവാഹിനി കപ്പലിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കിയാൽ അടുത്ത ഘട്ടം എന്നത് ആക്രമണശേഷിയാണ്. ഈ സാഹചര്യത്തിൽ ഹാലിജ് ഫാർസ് കപ്പൽ വേധ ബാലിസ്റ്റിക് മിസൈൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഇവിടെയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് ഇത് അവസാന ഘട്ടത്തിൽ ലക്ഷ്യത്തെ തിരിച്ചറിയാൻ ഇലക്ട്രോണിക് ഒപ്റ്റിക്കൽ സ്പീക്കർ ഉപയോഗിക്കുന്നത്. ഉയർന്ന വേഗതയും മുകളിൽ നിന്നും പതിക്കുന്ന ആക്രമണ കോണും കാരണം പ്രതിരോധ സംവിധാനങ്ങൾ പ്രതികരിക്കാൻ സമയം കുറയുന്നുണ്ട്. വലിയ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആയുധമായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിമാനവാഹിനി കപ്പലുകൾ പോലും പുതിയ ഭീഷണികളിൽ നിന്നും പൂർണ്ണമായും സുരക്ഷിതമല്ല എന്ന ആശയം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇതോടെ ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും സമുദ്രയുദ്ധത്തിന്റെ സ്വഭാവം കൂടി മാറ്റുന്നുണ്ട്. അബു മക്തി കപ്പൽ വേധ മിസൈൽ സമുദ്രനിരപ്പിനോട് ചേർന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനാൽ റഡാർ കണ്ടെത്തൽ വൈകാൻ സാധ്യതയുണ്ട്. ഈ സീ സ്കീമിംഗ് പ്രൊഫൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതികരണ സമയം കുറയ്ക്കുന്നുണ്ട്. ഒരേ സമയം പല ദിശകളിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്താനായാൽ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ പോലും സമ്മർദ്ദത്തിലാകുമെന്നും സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ ഈ മുഴുവൻ സമവാക്യത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഘടകം ഇലക്ട്രോണിക് നിശബ്ദതയാണ്. ഒരു കപ്പൽ സ്വന്തം റഡാറുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും സജീവമാക്കിയാൽ അതിന്റെ സിഗ്നലുകൾ തന്നെ ശത്രുവിന്റെ ഇലക്ട്രോണിക് ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് സൂചനയായി മാറുകയാണ്. എന്തായാലും ഇതെല്ലാം ചേർന്ന് കാണുമ്പോൾ സമുദ്രത്തിലെ ശക്തി ഇനി ഏകപക്ഷീയമായ ആശയമല്ല എന്നത് തികച്ചും വ്യക്തമാണ്. വൻകിട വിമാനവാഹിനി കപ്പലുകൾ ഇന്നും അത്യന്തം ശക്തമായ യുദ്ധ പ്ലാറ്റ്ഫോമുകൾ ആയിരിക്കുമ്പോഴും ദീർഘദൂര നിരീക്ഷണം, ഡ്രോൺ ശൃംഖലകൾ, കൃത്യതയാർന്ന മിസൈലുകൾ, ഇലക്ട്രോണിക് യുദ്ധം എന്നിവ ചേർന്ന പുതിയ തന്ത്രങ്ങൾ അവയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തികച്ചും വെല്ലുവിളിക്കുകയാണ്. ഇറാൻ സ്വീകരിച്ച സമീപനം ഈ മാറ്റത്തിന്റെ ഉദാഹരണമായി പല വിശകലനങ്ങളും ചർച്ച ചെയ്യുമ്പോൾ വലിയ ഒരു സൈനിക ശക്തിയെ നേരിടുമെന്നും പകരം അതിന്റെ കണ്ടെത്തൽ, ട്രാക്കിംഗ് ശൃംഖലയെ ലക്ഷ്യമിട്ട് യുദ്ധത്തിന്റെ നിയമങ്ങളെ തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമമായി തന്നെ കരുതപ്പെടുന്നുണ്ട്.